നമസ്കാരം. A4 ആർട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായി ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചറിയാൻ വേണ്ടി നാം പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പഠിക്കാൻ പോകുന്നു അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ്. ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പേ ഒരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വരൂ. ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതൊരു വ്യക്തിക്കും ഒരു പ്രത്യേക വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചറിയാനുള്ള പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസുമാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഉദാഹരണത്തിന് ഇപ്പം രാമുവിന് ഒരു കാറുണ്ടോ, അല്ലെങ്കിൽ രാജുവിന് ഒരു വീടുണ്ടായിരുന്നോ. ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് ഒരു ബൈക്കുണ്ടോ, അല്ലെങ്കിൽ അവന് ഒരു ജോലി ഉണ്ടായിരുന്നോ. അപ്പം അങ്ങനെ ഒരു വസ്തു ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാനുള്ള ചോദ്യാവലി പഠിച്ചു കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ്. അപ്പം നമുക്കറിയാം ഡു ഗ്രൂപ്പ് ക്രിയകളാണ് നാം ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് ടെൻസിൽ ഡു, ഡസ്, പാസ്റ്റ് ടെൻസിൽ ഡിഡ് പ്രയോഗിച്ചു. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ ടെൻസിൽ ഏത് ഡു ഗ്രൂപ്പ് ക്രിയ ഉപയോഗിക്കുന്നത്? ഷാൽ, വിൽ. ഓക്കെ, ഷാൽ, വിൽ. ഐ, വി തുടങ്ങിയ സബ്ജക്ട്സിന് ഷാലും മറ്റുള്ള എല്ലാ സബ്ജക്ട്സിനും വില്ലും ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ? ശരി, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വരൂ. എനിക്ക് ഒരു വീട് ഉണ്ടായിരിക്കുമോ? Shall I have a house? ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരിക്കുമോ? Shall we have a house? നിങ്ങൾക്ക് ഒരു വീടുണ്ടായിരിക്കുമോ? Will you have a house? അവന് ഒരു വീടുണ്ടായിരിക്കുമോ? Will he have a house? അവൾക്ക് ഒരു വീടുണ്ടായിരിക്കുമോ? Will she have a house? പീറ്ററിന് ഒരു വീടുണ്ടായിരിക്കുമോ? Will Peter have a house? അവർക്ക് ഒരു വീടുണ്ടായിരിക്കുമോ? Will they have a house? ഓക്കെ, കഴിഞ്ഞു. ഏതൊരു വ്യക്തിക്കും ഒരു വസ്തു ഉണ്ടോ ചോദിക്കാനുള്ള പ്രസന്റ് ടെൻസ് കഴിഞ്ഞു, പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു. ഇപ്പോൾ അതാ ഫ്യൂച്ചർ ടെൻസും നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളിത് കേട്ട് പഠിച്ച് നിങ്ങളെ മനസ്സിലേക്ക് ആവാഹിക്കുക മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസിൽ ലിങ്ക്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക, കേട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു ചോദ്യശരവുമായിട്ടാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. ഒരു അടിപൊളി ചോദ്യശരം. ഓക്കെ, അതുവരേക്കും സൈനിങ് ഔട്ട് ബൈ പ്രകാശ്. താങ്ക് യു.